ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയുള്ള വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അത് 3 വഴിക്കാരുടെ വെടിക്കെട്ടാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിപ്പോൾ രാത്രി അവിടെ പോയി ഇരുന്നാൽ പിന്നെ രാവിലെ വരുള്ളൂ കേട്ടോ. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ ഇപ്പം നേരെ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമ്മളവിടെ പാടത്ത് പോയി ഇരിക്കുകയാണ് കേട്ടോ വെടിക്കെട്ട് കാണാൻ. അപ്പോൾ നമ്മുടെ പൂരപ്പറമ്പിലെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പൂരപ്പറമ്പിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ എല്ലാവരും പൂരത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാച്ച ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. പാട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി കളിക്കുകയാണ്. ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. ഇത് അച്ഛൻ. പിന്നെ ഇതാ മോള് കണ്ടപ്പോൾ ഹായ് പറഞ്ഞ് കാണിക്കുകയാണ്. ഇത് അവിടുത്തെ അനിയത്തിൻ്റെ അച്ഛനാണ് കേട്ടോ. ഇത് അച്ഛൻ ശ്രീകുട്ടിയും. ഇപ്പോൾ എല്ലാവരും ഇറങ്ങി. സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങി അങ്ങനെ വാതിലൊക്കെ അടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ നമ്മളൊരു ഓട്ടോയിലാണ് കേട്ടോ പോണത്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നല്ല ദൂരമുണ്ട് അമ്പലത്തേക്ക്. അപ്പോൾ എല്ലാവരും കൂടി ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട് ബാക്കിലിരിക്കുക. ഒരു ആപ്പ് ഓട്ടോ ആയിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇരിക്കാമല്ലോ. അപ്പോൾ ഉണ്ണികൾ പറഞ്ഞു ഞങ്ങൾ ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണികളും പിന്നെ അവിടുത്തെ അച്ഛമ്മയും കൂടിയിട്ട് ബാക്കിലിരുന്നു. പിന്നെ ഏട്ടനും ഞാനും അച്ഛനും അനിയത്തിയൊക്കെ കൂടിയിട്ട് ഇവിടെ കയറിയിരുന്നു. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടിലാണ് കേട്ടോ ഇരുന്നത്, ഓട്ടോക്കാരൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങളിത് ആ ഓട്ടോയിൽ കയറി ഇരുന്ന് പിന്നെ അവിടെ എത്തിയിട്ടോ. അവിടെ നമ്മൾ പൂരപ്പറമ്പിൻ്റെ അടുത്ത് വരെ ഓട്ടോ പോവില്ല കേട്ടോ. അവിടെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു പാലമൊക്കെ ഉണ്ട് തോണിപ്പാടത്ത്. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ കടന്നിട്ട് വേണം പോവാൻ. പിന്നെ ഇതാ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിറയെ 2 സൈഡും വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളൊരു സൈഡ് കൂടെ ഇങ്ങനെ ഓട്ടോക്കാരനെയൊക്കെ പറഞ്ഞു വിട്ട ശേഷം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നടന്ന് നമ്മൾ പൂരപ്പറമ്പ് എത്തിയിട്ടോ. പൂരപ്പറമ്പിൽ നല്ല തിരക്കായിരുന്നു. അത്രയും ജനങ്ങളുണ്ട്. കാരണം നമ്മൾ രാത്രി വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പറമ്പിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നാൽ നേരം വെളുത്തിട്ടാണ് ഇവിടെ നിന്ന് പോവുള്ളൂ. 3 വഴിക്കാരുടെ വെടിക്കെട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ആ 3 പേരെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പൊട്ടുക. അപ്പോൾ പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ പാടത്തിൻ്റെ ഒരു സ്ഥലം പിടിച്ചു. അവിടെ നമ്മൾ കുറച്ച് പുതപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതപ്പൊക്കെ വിരിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരുന്നു. ഞങ്ങൾ ഏട്ടനും ഞാനും അനിയത്തിൻ്റെ ഹസ്ബൻഡും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് മേടിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ അവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കടയിലേക്ക് പോയിട്ട് അവിടെ അങ്ങനെ നിറയെ സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് വളയും മാലയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരിത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെറുത് ആ ക്ലിബ് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛാ ഈ ക്ലിബ് നന്നായിട്ടുണ്ട്, ഇത് മേടിക്കട്ടേ ചോദിച്ചതായിരുന്നു. അപ്പോൾ ശരി പറഞ്ഞതാ ചേച്ചി അനിയത്തിയൊക്കെ ഒരുപോലത്തെ ക്ലിബാണ് കേട്ടോ മേടിച്ചത്. അപ്പോഴേക്കും അനിയത്തിൻ്റെ മോള് അത് കണ്ടിട്ട് സ്ലൈഡൊക്കെ കണ്ടിട്ട് അമ്മ ഇതുപോലത്തെ സ്ലൈഡ് മേടിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ അവളും അതങ്ങനെ നോക്കുമായിരുന്നു ഏതൊക്കെയാണ് വേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ കുറേ സെലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് വള മേടിച്ചു, സ്ലൈഡ് മേടിച്ചു, ബണ്ണ്, അതുപോലെ തന്നെ പൊട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് വന്നു. ഏട്ടെന്താ ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മേടിച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ അത് മേടിച്ചിട്ടിട്ട് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ടാന്ന് ചോദിച്ചായിരുന്നു. ഇതാ ആളും അതുപോലെ അനിയത്തിൻ്റെ ആളും അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റൈൽ കാട്ടുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതാ മാംഗോ ബാറും ചോക്കോ ബാറും സ്ട്രോബെറി ബാറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ അലുവ മേടിക്കാനായിട്ട് വന്നു. അലുവ മേടിച്ചത് നമ്മളൊരു മഞ്ഞ കളർ അലുവയാണ് മേടിച്ചത്. കുറച്ച് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഏതാ വേണ്ടത് ചോദിച്ചപ്പോൾ മഞ്ഞ കളർ മതി പറഞ്ഞു. അലുവയും മേടിച്ച് വന്നിരിക്കുമ്പോഴേക്കും വെടിക്കെട്ട് തുടങ്ങിയിട്ടോ. ഇതൊരു നമ്മുടെ കാവശ്ശേരിക്കാരുടെയാണ് വെടിക്കെട്ട്. പിന്നെ 2 വഴിക്കാരുടെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ 1 മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂരത്തിൻ്റെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.